മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പര്യടനമാണ്. ഇന്ന് ചാലക്കുടിയിലാണ്. കഴിഞ്ഞ ദിവസം ആറ്റിങ്ങലിലും അദ്ദേഹം പങ്കെടുത്ത പരിപാടികളിലൊക്കെയും ജനങ്ങളുടെ ഒരു ആവേശം നമ്മൾ കണ്ടതാണ്. പ്രൊഫസർ സി രവീന്ദ്രനാഥിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം മുഖ്യമന്ത്രി ഇന്ന് ചാലക്കുടിയിലുണ്ട്. പ്രധാനപ്പെട്ട പൊതുയോഗങ്ങളിൽ ഇന്ന് സംസാരിക്കുന്നുണ്ട്. 3 പൊതുയോഗങ്ങളിലാണ് മുഖ്യമന്ത്രി പ്രസംഗിക്കുക. ചേതൻ സാജനാണ് ഇപ്പോൾ ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പര്യടന പരിപാടികളുടെ വിവരങ്ങളുമായി ചേരുന്നത്. ഗുഡ് മോർണിംഗ് ചേതൻ. ഗുഡ് മോർണിംഗ് ആവ്യ. വലിയ ആവേശമാണ് ഈ സ്ഥാനാർത്ഥികൾ, പ്രത്യേകിച്ച് ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥികൾ ഓരോരുത്തരും ജനങ്ങളിലേക്ക് എത്തുമ്പോൾ ജനങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നുവെന്ന് നമുക്കറിയാം. അതിന് ഇരട്ടിയിലധികം ആവേശം പകർന്നുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇന്ന് ചാലക്കുടിയിലേക്ക് എത്തുന്നത്. അതെ കാവ്യ, അങ്ങനെ തന്നെ വേണം കാര്യങ്ങൾ നോക്കിക്കാണുവാൻ. ചാലക്കുടി ഇടതു സ്ഥാനാർത്ഥി പ്രൊഫസർ സി രവീന്ദ്രനാഥിൻ്റെ പ്രചാരണാർത്ഥമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് മണ്ഡലത്തിലെത്തുന്നത്. പ്രധാനമായും 3 പൊതുയോഗങ്ങളാണ് അദ്ദേഹം പങ്കെടുക്കുന്നത്. അതിൽ ആദ്യത്തെ പൊതുയോഗം രാവിലെ 10 മണിക്കാണ്. 10 മണിക്ക് പെരുമ്പാവൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിലാണ് ആദ്യത്തെ പൊതുയോഗം. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം 4 മണിക്ക് ആലുവ ടൗൺ ഹാളിലാണ് രണ്ടാമത്തെ പൊതുയോഗം. മൂന്നാമത്തെ പൊതുയോഗം കയ്പമംഗലം നിയോജക മണ്ഡലത്താണ്. കയ്പമംഗലത്തെ എറിയാട് ചേരമാൻ മൈതാനത്തിലാണ് മൂന്നാമത്തെ പൊതുയോഗവും തീരുമാനിച്ചിട്ടിരിക്കുന്നത്. ഈ വിഷയം നമ്മൾ നോക്കിക്കാണെങ്കിൽ നേരത്തെ തന്നെ ഇടതുപക്ഷം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ആയതിനാൽ പല നിയോജക മണ്ഡലങ്ങളിലും 4-5 തവണ കൂടുതൽ 5ലേറെ തവണ കൂടുതൽ പ്രചാരണം നടത്താനായത് ഒരു മികച്ചൊരു നേട്ടമായിട്ട് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നിലവിൽ ഈ ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലെ MP ബെന്നി ബെഹനാനാണ്. ഇന്നലെ മണ്ഡലത്തിലെ MLA-മാരുടെ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. അതിൽ പ്രധാനമായും MLA-മാർക്ക് ഒരുപോലെ ചൂണ്ടിക്കാട്ടിയത് ഒരു MP എന്ന നിലയിൽ ബെന്നി ബെഹനാൻ ഒരു തികഞ്ഞ പരാജയമാണ്. ബെന്നി ബെഹനാൻ്റെ മുൻകാല MP ആയ ഇന്നസെൻ്റ് 1750 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് മണ്ഡലത്തിൽ കാഴ്ചവെച്ചത്. ഇതിൻ്റെ ഒരു പകുതി പോലും കാഴ്ചവെക്കാൻ സാധിച്ചിനോ ബെന്നി ബെഹനാൻ എന്ന കാര്യത്തിൽ വളരെ സംശയമാണ്. അതായത് MP ഫണ്ടായി 20 കോടി രൂപയിൽ 8 കോടിയോളം രൂപ മാത്രമാണ് അദ്ദേഹത്തിന് ചെലവഴിക്കാൻ സാധിച്ചത്. അതുപോലെ തന്നെ ദേശീയപാത വികസനത്തിൻ്റെ ക്രെഡിറ്റ് MP തട്ടിയെടുക്കുന്നു. നമുക്കറിയാം, ഈ ദേശീയപാത വികസിപ്പിക്കണമെങ്കിൽ സ്ഥലം ഏറ്റെടുക്കണം. ഈ സ്ഥലം ഏറ്റെടുക്കുന്ന നടപടി പ്രധാനമായും സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. ഈ സംസ്ഥാന സർക്കാരിന് നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് ഈ ദേശീയപാത വികസനം കണ്ടത്. പക്ഷേ ഈ വികസനം തൻ്റെ ക്രെഡിറ്റായിട്ടാണ് ഇപ്പോൾ ബെന്നി ബെഹനാൻ വിലയിരുത്തുന്നത്. അതുപോലെ തന്നെ ഈ മണ്ഡലത്തിൽ പല റെയിൽവേ സ്റ്റേഷനുകളിലും സ്റ്റോപ്പ് അനുവദിക്കേണ്ടതുണ്ട്. ഇത്തരം ചില കാര്യങ്ങളൊന്നും ഇടപെടാൻ ഈ 5 വർഷക്കാലം ബെന്നി ബെഹനാന് സാധിച്ചിട്ടില്ല. ബെന്നി ബെഹനാൻ ഒരു MP എന്ന നിലയിൽ പരാജയമെന്നാണ് അവിടുത്തെ MLA-മാർ പോലും ഒരേ സ്വരത്തിൽ പറയുന്നത്. അതുപോലെ തന്നെ പ്രധാനമായും നോക്കിക്കാണേണ്ടത് BJP മുന്നോട്ട് വെക്കുന്ന ഒരു വർഗീയ രാഷ്ട്രീയം, ഇതിന് കൂട്ടുനിൽക്കുന്ന, ഇതിന് കുടപിടിക്കുന്ന കോൺഗ്രസിൻ്റെ സമീപനം തുറന്നു കാട്ടുക, ഇതിനു വേണ്ടി കൂടിയാണ് ഇന്ന് മുഖ്യമന്ത്രി മണ്ഡലത്തിൽ പ്രചാരണമായി ക്യാമ്പ് ചെയ്യുന്നത്. മുഖ്യമന്ത്രി വരുന്നതോടുകൂടി ഇടതു ക്യാമ്പിൽ ആത്മവിശ്വാസം കൂടും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പായതുകൊണ്ട് തന്നെ പ്രധാനമായും ദേശീയ പ്രാധാന്യമുള്ള കാര്യങ്ങളായിരിക്കും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുക. പക്ഷേ നമ്മൾ നോക്കിക്കാണേണ്ട ഈ വിഷയത്തിൽ BJP തങ്ങളുടെ വർഗീയ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുമ്പോഴും കോൺഗ്രസ് ഇതിന് വേണ്ട വിധം പ്രതിരോധിക്കുന്നില്ല. മതനിരപേക്ഷയ്ക്ക് മുൻപന്തിയിൽ നിൽക്കേണ്ട കോൺഗ്രസ് ഇതിന് പ്രതിരോധിക്കുന്നില്ല. ഉദാഹരണം പറഞ്ഞാൽ തന്നെ ഇപ്പോൾ രാജ്യത്ത് കത്തി നിൽക്കുന്ന ഒരു വിഷയമാണ് പൗരത്വ ഭേദഗതി വിഷയം. ഈ പൗരത്വ ഭേദഗതി വിഷയവുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ കടുത്ത ആശങ്കയിലാണ്. ഈ വിഷയം കോൺഗ്രസ് പ്രസിഡന്റായ ഖാർഗെയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് താൻ നാളെ ഉത്തരം പറയാം. ഇങ്ങനെ പറയുമ്പോൾ തന്നെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരാളെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അദ്ദേഹം ഇവിടെ ആലപ്പുഴയിൽ UDF-ൻ്റെ സ്ഥാനാർത്ഥിയാണ്. KC വേണുഗോപാലാണ് അദ്ദേഹം വളരെ ന്യൂനപക്ഷം ഇങ്ങനെ ആശങ്കപ്പെട്ടിരിക്കുമ്പോൾ വളരെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പരിഹാസ കാര്യമാണ് നമ്മളിപ്പോൾ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ED യുടെ വിഷയം ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് ഒരുപോലെ എതിർക്കുന്നുണ്ടെങ്കിലും സംസ്ഥാനത്തെത്തുമ്പോൾ അവർക്കൊരു മറ്റൊരു നിലപാടാണ്. അതായത് CPM നേതാക്കൾക്ക് സമൻസ് അയക്കുമ്പോൾ അവർ ED യുടെ പക്ഷത്താണ്. ഇതാണ് ഇതിൻ്റെ പ്രധാനമായും നമ്മൾ നോക്കിക്കാണേണ്ടത്. അതുപോലെ തന്നെ കേജ്രിവാളിൻ്റെ അറസ്റ്റ്, ഈ രാജ്യം ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യമാണ്. അരവിന്ദ് കേജ്രിവാളിൻ്റെ അറസ്റ്റ്, സംഘപരിവാർ രാഷ്ട്രീയത്തെ ശക്തമായി എതിർക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് കേജ്രിവാൾ. അദ്ദേഹം ഇപ്പോൾ ജയിലിലാണ്. ഈ വിഷയത്തിലും കോൺഗ്രസ് തങ്ങളുടെ ഇരട്ടത്താപ്പ് കാണിച്ചു എന്നതാണ് നമ്മൾ കാണേണ്ടത്. അതായത് കേജ്രിവാളിൻ്റെ അറസ്റ്റ് ഖേദകരം, സംഘപരിവാർ രാഷ്ട്രീയത്തിന് അവർക്ക് അനുകൂലമായി നിൽക്കുമ്പോൾ പോലും കോൺഗ്രസിലെ അജയ് മാക്കൻ അടക്കമുള്ള ആൾക്കാർ
ഈ കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യണം, അതുപോലെ തന്നെ ഡൽഹി ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയെ അറസ്റ്റ് ചെയ്യണം എന്ന നിലപാടാണ് അവിടെ സ്വീകരിച്ചത്. അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കാണും മറ്റൊരു വിഷയം SDPI വർഗീയ സംഘടനയായ SDPIയുടെ പിന്തുണ കോൺഗ്രസ് വേണ്ട വിധം വേണ്ട എന്ന് പറഞ്ഞില്ല. അതായത് അവർ ഞങ്ങൾക്ക് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യാനാണ്, വോട്ട് എന്നത് സ്വകാര്യമായ കാര്യമാണ്. ഈ കാര്യത്തിൽ വളരെ ശക്തമായ ഒരു നിലപാട് സ്വീകരിച്ച പ്രസ്ഥാനമാണ് ഇടതുപക്ഷം. തങ്ങൾക്ക് വർഗീയ പാർട്ടികളുടെ ഒരു വോട്ടും എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചത്. അതുപോലെ തന്നെ ഇലക്ട്രൽ ബോണ്ട് വിഷയമായാലും ഞങ്ങൾക്കും കിട്ടണം പണം എന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചത്. ഇതൊരു അഴിമതിയാണെന്ന് തുറന്നു കാണിക്കാൻ വേണ്ട രീതിയിൽ കോൺഗ്രസ് ശ്രമിച്ചില്ല. ശരി, ചേതനാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ചാലക്കുടി മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട് ചേതൻ ഇപ്പോൾ സൂചിപ്പിച്ച കാര്യങ്ങളെല്ലാം ചേതൻ ഇപ്പോൾ അത് ഓർത്തെടുക്കുന്നത് മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് തന്നെയാണ്. കഴിഞ്ഞ ദിവസം ആറ്റിങ്ങലിലടക്കം മുഖ്യമന്ത്രി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ED വിഷയത്തിലടക്കം UDFന്റെയും കോൺഗ്രസിന്റെയും നിലപാടിൽ ഉള്ള ഇരട്ടത്താപ്പ്. അത് കൃത്യമായി പുറത്തു വന്നൊരു സമയമാണ്. ചുരുങ്ങിയപക്ഷം കേരളത്തിലെ ജനങ്ങളെങ്കിലും അത് മനസ്സിലാക്കി തന്നെ വോട്ട് ചെയ്യുന്ന ഒരു സന്ദർഭമായിരിക്കുമെന്ന് മുഖ്യമന്ത്രി ഇന്നലെയും ഓർമ്മിപ്പിക്കുകയുണ്ടായി. ഇത്തരത്തിലുള്ള രാഷ്ട്രീയ വിഷയങ്ങളിലേക്ക് വളരെ ആഴത്തിൽ തന്നെ മുഖ്യമന്ത്രി കടന്നുകൊണ്ട് ഇന്നും ചാലക്കുടിയിലെ പൊതുയോഗങ്ങളിലും സംസാരിക്കുമെന്ന കാര്യത്തിലും സംശയമില്ല.